ഇതുപോലെ ചില വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന ആമി ഹല്ലേലൂയ ചില മുരടിച്ചകൾ ആമി ഹല്ലേലൂയ മാറട്ടെ. ഹല്ലേലൂയ ധ്യാനം വിളയട്ടെ, മഴ പെയ്യട്ടെ. മഴ പരിശുദ്ധാത്മാവിനെ കാണിക്കുകയാണ്. ഹല്ലേലൂയ അത് വിത്ത് അടിയിൽ കിടക്കുന്ന വിത്തുകളെ കിളിർപ്പിക്കുന്നതാണ്. അത് ആത്മീക മുന്നേറ്റമാണ്. ഹല്ലേലൂയ ഭൗതിക വിശാലതയാണ്, ആത്മാക്കളുടെ വിടുതലാണ്. ഹല്ലേലൂയ അത് ദൈവത്തെ അറിയാതിരിക്കുന്ന അത് ഒരു കൂട്ടം ജനത അത് ദൈവത്തെ അറിയുക കേന്ദ്രീകരണമില്ല. നീ ഒരു ഏരിയാവായി മാറുക. നിന്റെ വീടിന്റെ വിടുന്നതിന് വേണ്ടി, നിന്റെ വ്യക്തിപരമായ വിടുന്നതിന് വേണ്ടി നീ ഒരു ഏരിയാവായി മാറുക. നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരുന്ന എല്ലാ തിരുവഴുത്തുകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വലിയ കൃപകൾ നമ്മുടെ മേൽ പകരട്ടെ. അത് ഈ ദിവസങ്ങളിൽ യാഗപീഠങ്ങൾ പുതുക്കിപ്പണിയുവാൻ, അവരവരുടെ കുറ്റങ്ങൾ അവരുടെ കുറവുകൾ ഏറ്റുപറയുവാൻ, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെടുവാൻ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. തീ കത്തിക്കൊണ്ടിരിക്കുന്നു. ഒത്തിരി ആലോചനകൾ തീ കടലുകൾ നിരന്തര യാഗം അർപ്പിക്കണം. അന്നു വരുന്ന തെറ്റുകളും കുറ്റങ്ങളെല്ലാം ഏറ്റുപറയും. ഹരികപ്പെടണം. രക്തം തളിക്കണം. കുറ്റം ഏച്ചു പറയാം, ബലഹീനത ഏച്ചു പറയാം. ഓ ഹല്ലേലൂയ, ഏച്ചു പറയുന്നവർക്ക് വിടുതൽ, ഏച്ചു പറയുന്നവർക്ക് രക്ഷ. ഓ തീ കത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കണം. എപ്പോഴും സ്വന്തയാഗം അർപ്പിക്കണം. നിന്റെ വീട്ടിലെ യാഗവീട് വിടിയാൻ അനുവദിക്കില്ല. ഇടിഞ്ഞാൽ പരാജയം, പുതുക്കിപ്പണങ്ങാൽ വിജയം. പരാജയപ്പെട്ടിരിക്കുകയാണോ യാഗവീട് പുതുക്കി വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ച നമ്മെ സമർപ്പിച്ച ദേശാധിപതി വെട്ടേറ്റ് വീഴും. ശത്രു വെട്ടേറ്റ് വീഴും. ഞെരുക്കുന്ന ശക്തി വെട്ടേറ്റ് വീഴും. നീ പരാജയപ്പെടത്തില്ല. ആലയം പുതുക്കിപ്പെടുന്നതോ യാഗപീഠം പുതുക്കിപ്പെടുന്നതോ നീ പരാജയപ്പെടത്തില്ല. മഴ പെയ്യും കേട്ടോ, മഴ പെയ്യും. മഴ പെയ്യും. ക്ഷാമം മാറി. മഴ പെയ്യാൻ പോകുക. മഴ പെയ്യും. അവിശ്വാസത്തോടെ ആ മഴ പെയ്യും. അത് സമൃദ്ധിയെ കാണിക്കുന്നു, വിശാലതയെ കാണിക്കുന്നു. ആകാശം ഭൂമി ഉണ്ടാക്കി പിതാവാൻ ദൈവമേ, ഈ രാത്രി സമയത്താണ് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നത്. ആശ്രയിച്ച് പ്രാർത്ഥിച്ച നിമിത്താവ് ആരംഭിച്ച ഉപവാസ പ്രാർത്ഥന മൂന്നാമത്തെ ദിവസം ഈ രാത്രി സമയത്തിനായി ഞങ്ങൾ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ആരംഭിച്ച ഒന്നാം നിമിഷം മുതൽ ഈ സമയം വരെ കർത്താവ് നിങ്ങളെല്ലാം ഉള്ളം കയ്യിൽ വഹിച്ചതോ ദൈവസംഗീതാവേ സ്തോത്രമേ സെക്ഷനായി കടന്നു വരുവാനും ദൈവസംഗീതായി പ്രാർത്ഥിപ്പാനും താവേ സ്തോത്രം മഹത്വപ്പെടുത്തുവാൻ വിവിധ വിഷയങ്ങളൊക്കെ ഇടവ് നിൽപ്പാൻ ജീവന്റെ വചനങ്ങൾ കേൾപ്പാൻ ദൂതുകൾ കേൾപ്പാനൊക്കെ ഞങ്ങളെ സഹായിച്ച സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഇന്ന് പകലും ദൈവ സന്ധ്യാസമയത്ത് വീണ്ടും ഞങ്ങളുടെ ദാസകർത്താവ് വെളിപ്പെടുത്തി കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ കേൾപ്പിച്ച ദൈവ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് സ്വഭാവമുള്ള ഏരിയാവിനെ അതാവേ വീണ്ടും താവേ ഓർമ്മിപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന തിഷ്പിനായ ഏരിയാവ് എവിടെ നിന്നോ വന്ന് അല്ലെങ്കിൽ ഇവിടെ ദൈവത്താൽ നിയോഗത്താൽ അതേ വൻകാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ ദൈവജനത്തിൽ താൻ ചെയ്ത കൃപയ്ക്കായി ഞങ്ങൾ സ്തുതിക്കുന്ന
സ്തോത്രം ചെയ്യുന്നു. ആഹാബിന്റെ പാപനിമിത്തം ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന ദൈവത്തെ ആ പ്രവർത്തിയിൽ നിന്ന് അവർ വിട്ട് അന്യജാതികളെ അന്യ ദൈവപാരെ സേവിക്കുന്ന അനുഭവം നിമിത്തം പാപം ചെയ്യുന്ന നിമിത്തമായിട്ട് ദൈവം തന്റെ കോപത്താൽ തന്റെ അനുഗ്രഹമായ മഴയെ തന്റെ സ്വന്തം ജനത്തിന്റെ ദേശത്തുമേ 3.5 വർഷം ദൈവം നിർത്തിയല്ലോ. അതിനുവേണ്ടി ഒരു ഏരിയ കർത്താവ് ഉപയോഗിച്ചല്ലോ. പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളൊന്നും മഴ പെയ്യുകയില്ല. സ്വത്രനാൽ അവൻ വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും പ്രാർത്ഥനയാൽ ചില അനുഗ്രഹങ്ങൾ തടഞ്ഞപ്പെട്ട ദൈവം തടസ്സപ്പെടുത്തിയത് ദൈവത്തിനെ തടസ്സപ്പെടുത്തി ദൈവം വീണ്ടും തുറന്നല്ലോ. ആ അനുഗ്രഹം ദൈവം വീണ്ടും നൽകിയല്ലോ. വീണ്ടും മഴ പെയ്തു. ഭൂമിയിൽ ധാന്യം വിളഞ്ഞല്ലോ. സ്തോത്രം. അനുഗ്രഹത്തിന് തടസ്സപ്പെടുത്തിയ ദൈവം തന്നെ ദൈവജനത്തിന്റെ സമർപ്പണത്തിന് മുമ്പാകെ അവരുടെ യഥാസ്ഥാനം മുമ്പാകെ ദൈവം വീണ്ടും താൻ നിർത്തലാക്കിയ അനുഗ്രഹങ്ങൾ വീണ്ടും അനുഗ്രഹം ചൊല്ലിയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ചെയ്ത് താവെ വന്ന കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തത് പറഞ്ഞതെല്ലാം ഓർക്കുവാൻ ഞങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. പരിശോധന ഓർമ്മപ്പെടുത്തണമേ. ഞങ്ങൾ എവിടെ വീണുപോയി, ഞങ്ങൾക്ക് എവിടെ കുറവ് വന്നു. താവേ മനുഷ്യനോടാകട്ടെ ദൈവത്തോടാകട്ടെ പരിശോധനയോടാകട്ടെ പ്രാർത്ഥന ജീവിതം, ആരാധന ജീവിതം, അതേപോലെ കൊടുക്കൽ വാങ്ങൽ, എല്ലാം സഭാ ജീവിതത്തിലെല്ലാം നിങ്ങൾ എവിടെ താവെ ഇടച്ച വന്നിട്ടുണ്ടോ അതെല്ലാം കണ്ട് താവ് വിധാസനപ്പെടുവാൻ കല്ലുകളെ താവെ പണിയപ്പെടുവാൻ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം അങ്ങയെ സ്തുതിക്കുവാൻ, ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിച്ച് തടസ്സപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും വീണ്ടും നൽകുവാൻ നിങ്ങൾ സ്വർഗീയ പിതാവിന് ദൈവതാവെ മനസ്സുണ്ടല്ലോ. മനസ്സധികമാകെ സ്തോത്രം ചെയ്ത് താവെ ആ പിതാവിനെ എടുക്കൽ താവിന്റെ സഭയായി ഞങ്ങൾ താവെ കൂടി വന്ന് താവെ ഞങ്ങൾ താവെ സമർപ്പിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുവാൻ അങ്ങ് സന്നദ്ധനാകെ സ്തുതിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനകൾ കേട്ട് യാചനകൾ കേട്ട് നിങ്ങളെ വഴി നടത്തുവാൻ, ഞങ്ങളെ ബലപ്പെടുത്തുവാൻ, ദേശത്തെ ദൈവം ഞങ്ങൾ ഉയർത്തുവാൻ അങ്ങനെ കൂടുതൽ സ്തോത്രം ചെയ്യുന്നു. ദാസത്താവ് ബലപ്പെടുത്തിയല്ലോ. ദാസിക്കായി സ്വന്തം കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. ദൈവസഭയെ നയിക്കുവാൻ, സന്നദ്ധ പ്രവർത്തനം നയിപ്പാൻ ഒക്കെ കർത്താവ് ആത്മശക്തി നൽകി ആലോചന നൽകി വീണ്ടും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നോട് കൂടെ നിന്ന് അധ്വാനിപ്പാൻ ദൈവസഭയെ പോരാടുവാൻ ദൈവസഭയെ സഹായിക്കണമേ. മറ്റു ദൈവദാസന്മാർ ദൈവസഭകളെല്ലാം ഒരുമിച്ച് നിന്ന് ഞങ്ങൾ കേൾപ്പിച്ച പോലെ ആ 12 കല്ലുകൾ ഐക്യതയെ കാണിക്കാനാണല്ലോ. ആ ഐക്യത സഭകളിൽ, സെന്ററിൽ, ഭവനങ്ങളിൽ, കുടുംബങ്ങളെല്ലാം നിങ്ങൾ അനുഭവിപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആക്കി വെച്ച ദേശങ്ങളിൽ കീഴ്മേൽ മറക്കുന്ന അനുഭവങ്ങൾ അടികൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മാനസിക ശക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ സാധിക്കില്ലപ്പ എന്നാൽ ആത്മാവിന് ശക്തിയാൽ വന്മഴ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശം കണ്ട് ഞങ്ങളെ ഭയപ്പെടുവാൻ, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിപ്പാൻ ജീവന ദൈവത്തിന്റെ ജനമാണോ എന്ന് പറയുന്ന അനുഭവങ്ങൾ ഞങ്ങൾ കേൾപ്പിച്ച പോലെ യുവരാജനും ഉപദേശമൊക്കെ ജീവിച്ച കാലം പോലെയുള്ള കാലം ഞങ്ങൾ മടക്കി നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തെ സ്നേഹിപ്പാനല്ല, ലോകത്തിനെ ജയം പ്രാപിച്ച്, ലോകചിന്തകളിനെ ജയം പ്രാപിച്ച് ക്രിസ്തുവിനെ സ്നേഹിപ്പാൻ, വചനത്തെ സ്നേഹിപ്പാൻ, വചന കാവൽക്കാരായി തീരുവാൻ, സ്വർഗീയമായി കാംക്ഷിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഈ കഴിഞ്ഞ 3 ദിവസം ഉപവാസ പ്രാർത്ഥന ഈ ഭവനത്തിലും കുടുംബത്തിലും ദൈവസഭയ്ക്കും ദേശത്തിനും സന്നദ്ധ പ്രവർത്തനങ്ങളെല്ലാം ഒരു അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുന്ന ദിവസങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ആരും ക്ഷണിച്ചുവാൻ മറത്തുവാൻ ഇടവരാതെ കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവിനെ ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെ അവരുടെ വിഷയങ്ങളെല്ലാം ബലമുള്ളവർക്ക് സമർപ്പിച്ചെന്ന് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം, വിഷയങ്ങൾക്കായി സ്തോത്രം, സന്നദ്ധ വിഷയങ്ങൾക്കായി പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മീയമായ, ഭൗതികമായ, സാമ്പത്തികമായ, ശാരീരികമായ തോമസ് പാസ്റ്റർ സ്തോത്രം കുടുംബത്തെയും ദൈവസഭയും ഞങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ പ്രവർത്തിക്കായി സ്തോത്രം, നാളത്തെ സഭായോഗത്തിനായി സ്തോത്രം, കത്രമേശയ്ക്കായി സ്തുതിക്കുന്നു. സൺസ്കൂളിനായി സ്തോത്രം ചെയ്ത എല്ലാ ശുശ്രൂഷകളെ ചെയ്തിട്ടുള്ള ദാസന്മാരെ ദൈവമക്കളെല്ലാം ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവ് സന്തോഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളിൽ വൻകാര്യങ്ങൾ ചെയ്തു പറയുന്ന അനുഭവം അല്ല മാത്രം ജാതികൾ പറയട്ടെ യഹോവയാം ദൈവം അവരിൽ വൻകാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്ന സാക്ഷികൾക്കായ ദൈവത്തെ സ്തുതിക്കുന്നു, മാത്രപ്പെടുന്നു. കർത്താവിനായി സ്തോത്രം. ഹല്ലേലൂയ. ക്ഷേമത്തോടെ ഭവനമെത്തി അങ്ങ് സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്താൻ സഹായിക്കണമേ. ലോകമുള്ള വിശ്വമാർക്കായി പ്രാർത്ഥിക്കുന്ന സമാധാനമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനായ സ്തോത്രം സകലവും ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായി 3 ദിവസക്കാല ഉപവാസത്തോടെ പ്രാർത്ഥനയോടായിരുന്ന വാത്സല്യ കുടുംബത്തില്
കുടുംബാംഗങ്ങളോടുകൂടി കടന്നു സംബന്ധിച്ച വിശ്വാസമൊക്കെയോടുകൂടി കർത്താവിന്റെ മേഘപ്രത്യക്ഷതയും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്താമല്ലോ. സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിന്റെ നാമത്തിലുള്ള നന്ദി. 3 സെഷനിലും കർത്താവിന്റെ ദാസന്മാർ സൂക്ഷിച്ച് ഈ കൂട്ടായ്മ ഏറ്റവും അനുകൂലമായി തീർന്നതോർത്ത് നമ്മുടെ ദൈവത്തിന് കുടുംബത്തെ പ്രത്യേക നന്ദി അറിയിക്കുന്നു. യാഗേഷ് പാസ്റ്റർ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായി ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് അതിന്റെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. പാസ്റ്റർ താഴോട്ട് വന്ന് പ്രാർത്ഥിച്ചു നമുക്ക് ഭക്ഷിച്ചു സന്തോഷത്തോടെ മടങ്ങിപ്പോകും. ദൈവത്തെ സൂക്ഷിക്കാം.